മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന മലനിരകൾ, അതിനു താഴെ കണ്ണീരോളം തെളിവാർന്ന വെള്ളം, കൊതുമ്പുവള്ളങ്ങളും സഞ്ചാരികളും. ഇത്തരമൊരു അതിശയിപ്പിക്കുന്ന, അതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച കാണണമെങ്കിൽ ശ്രീനഗറിലെത്തണം. ഭൂമിയിലെ സ്വർഗമായ കാശ്മീരിലെ ഏറ്റവും മനോഹരമായ സ്ഥാനങ്ങളിലൊന്നായ ദാൽ തടാകം, ശിക്കാരവള്ളങ്ങളും അവിടുത്തെ ഒഴുകി നടക്കുന്ന മാർക്കറ്റും മഞ്ഞുകാലത്ത് ഐസാകുന്ന വെള്ളവുമൊക്കെ ചേർന്ന് അതിമനോഹരമാണ് ദാൽ തടാകത്തിൻ്റെ ഓരോ കാഴ്ചയും. പ്രത്യേകതകളും വിശേഷങ്ങളും ഏറെയുണ്ട് ദാൽ തടാകത്തിന്. ഇന്ത്യയിലെ ശ്രീനഗറിലെ ഒരു പ്രധാന തടാകമാണ് ദൽ തടാകം അഥവാ ദൽ ലേക്ക്. ജമ്മുകാശ്മീർ ഭരണകൂടത്തിൻ്റെ വേനൽക്കാല വസതിയാണിത്. ഈ തടാകം വിക്ടോറിയൻ കാലഘട്ടത്തിലെ നിർമ്മാണ രീതിയിലുള്ള ഹൗസ് ബോട്ടുകൾക്ക് പ്രസിദ്ധമാണ്. 26 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് പരന്നു കിടക്കുന്ന ഈ തടാകം മഞ്ഞുകാലത്ത് മുഴുവൻ മഞ്ഞു മൂടാറുണ്ട്. ശ്രീനഗറിൻ്റെ രത്നം എന്നാണ് സഞ്ചാരികൾ ദാൽ തടാകത്തെ വിശേഷിപ്പിക്കുന്നത്. മഞ്ഞുകാലത്ത് ഇവിടെ തടാകമല്ല, പകരം ഐസുപാളിയാണ് കാണുക. ഈ സമയം ഇവിടെ എത്തുന്നവർ മഞ്ഞിലെ വിനോദങ്ങളായ സ്കീയിങ്, സ്കേറ്റിംഗ് എന്നിവയിൽ സമയം ചെലവഴിക്കുന്നു. ദാൽ തടാകം 3 തടാകങ്ങളുടെ സംഗമ കേന്ദ്രമാണ്. ലോകുത് എന്നും ബോദ്ദൽ എന്നും 2 പ്രധാന ഭാഗങ്ങളും ദാൽ ലേക്കിനുണ്ട്. കാശ്മീരിലെ വലിപ്പത്തിൽ 2ാമത്തെ തടാകമാണ് ദാൽ തടാകം. കാശ്മീരിലെത്തിയാൽ ദാൽ തടാകം കാണാതെ ആരും മടങ്ങരുത്. ഇവിടെ നിരവധി കാഴ്ചകളുണ്ട് കാണാൻ. തടാകത്തിൻ്റെ മനോഹാരിത, സവിശേഷമായ സംസ്കാരം, ചരിത്രപരമായ പ്രാധാന്യം, കൂടാതെ നിശ്ചലമായി തുളുമ്പുന്ന വെള്ളം, ഭംഗിയുള്ള ഹൗസ് ബോട്ടുകൾ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ഒപ്പം മുഗൾ ഗാർഡൻ്റെ ആസ്വാദ്യകരമായ കാഴ്ചകളും വളരെ ഏറെയുണ്ട്. ഝലം നദിയിലാണ് ദാൽ ലേക്ക് നിലകൊള്ളുന്നത്. മത്സ്യബന്ധനം, കൃഷി, ആഹാരവും കാലിത്തീറ്റയും കൂടാതെ ദാൽ ലേക്കിലെ കളകൾ ഗാർഡൻ വളമായും ഉപയോഗിക്കുന്നു. മെയ് മുതൽ നവംബർ വരെയാണ് ദാൽ ലേക്ക് കാണാനുള്ള ബെസ്റ്റ് ടൈം. ഷിക്കാര എന്നത് തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബോട്ടുകളാണ്. ദാൽ ലേക്കിൻ്റെ ശരിയായ പേര് സുരേശ്വരി ദൽ എന്നാണ്. ദാൽ തടാകത്തിലെത്തിയാൽ നിരവധി കാഴ്ചകൾ കാണാനുണ്ട് ഇവിടെ. ആദ്യം തന്നെ ഷിക്കാരയിലേക്കുള്ള ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാം. ഞങ്ങൾ ഓൺലൈനായിട്ട് എടുത്ത് നിൽക്കുകയായിരുന്നു. ഷിക്കാരയ്ക്ക് അടുത്തെത്തി. ധാരാളം ആയിരക്കണക്കിന് ശിക്കാരകളുണ്ട്. പല ജംഗ്ഷനുകളിലായി, പല പ്ലാറ്റ്ഫോമുകൾ, ധാരാളം ശിക്കാരകൾ. 5 പേർക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾ 5 പേർ ഒരു ശിക്കാരയിൽ കയറി.
കയറാൻ അല്പം പേടിയുണ്ടായിരുന്നെങ്കിലും പതുക്കെ ഓരോരുത്തരായിട്ട് കയറി. അതായത് നമ്മുടെ നാടൻ കൊതുമ്പ് വള്ളം, അതിന് റൂഫ് കെട്ടി അകത്ത് പരവതാനി വിരിച്ച് 5 പേർക്ക് 3 പേർക്ക് ചാരിക്കിടന്ന് സുഖമായി ചാരിക്കിടന്ന് യാത്ര ചെയ്യാനും 2 പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാനുമുള്ള സുഖശീതളമായ ഒരു സഞ്ചാരമാർഗം. അങ്ങനെ എല്ലാവരും, ഞങ്ങളുടെ ടീമിലുള്ളവരും അവിടെ വന്ന സഞ്ചാരികൾ മൊത്തവും ശിക്കാരകളിൽ കയറാനുള്ള തിരക്കി എല്ലാവരും ശിക്കാരകളിൽ കയറി കഴിഞ്ഞു. വണ്ടി ശിക്കാര പതിയെ നീങ്ങി. ആദ്യം തുഴയെടുത്ത് അതിൻ്റെ മറുകര ലക്ഷ്യമാക്കി. 1 മണിക്കൂറാണ് ശിക്കാരയ്ക്ക് ടൈം പറയുന്നത്. തടാകത്തിലൂടെ 1 മണിക്കൂർ നീങ്ങുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ശിക്കാര ഡയറക്ഷൻ നേരെ തിരിച്ച് തുഴയെറിഞ്ഞ് ഡയറക്ഷൻ തിരിച്ചു പിടിച്ചിട്ട് നേരെ മറുകരയിലേക്ക് പോകാനുള്ള ഡയറക്ഷൻ ആകുമ്പോൾ പിന്നെ യന്ത്രം ഘടിപ്പിക്കും. മോട്ടോർ ഘടിപ്പിച്ചാണ് പിന്നുള്ള യാത്ര. ആ മോട്ടോർ ഘടിപ്പിച്ച് പോകുന്ന കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ഒരു ശിക്കാരയെ കൂടെ ഇതിനോടൊപ്പം ബന്ധിപ്പിച്ച് ഒറ്റ മോട്ടോറിൽ 2 പതിയെ മന്ദം ദാൽ തടാകത്തിലൂടെ അങ്ങനെ നീങ്ങിപ്പോകും. മനോഹരമായ വിസ്തൃതമായ ദാൽ തടാകം, നിറയെ ശിക്കാരകൾ ഓടി നടക്കും, നിറയെ സഞ്ചാരികൾ, ശിക്കാര ആസ്വദിക്കുന്നവർ, വെള്ളം തട്ടിത്തെറിപ്പിക്കുന്നവർ, കുറേ വിളികൾ. അങ്ങനെ സഞ്ചാരികളുടെ ഒരു പറുദീസ തന്നെ നമുക്ക് ദാൽ ലേക്കിൽ കാണാം. അകലെ ദാൽ ലേക്കിൻ്റെ സീമകൾ, ചക്രവാളത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സീമകളും അവിടുത്തെ മനോഹാരിതയും ഒന്ന് വേറെ തന്നെ. ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ ഓളങ്ങളെ കീറിമുറിച്ച് കടന്നു പോകുന്ന മെല്ലെ ചാഞ്ചാടിയാടി മുന്നോട്ട് നീങ്ങുന്ന ശിക്കാരയിലായിരുന്നു. പതിയെ ശിക്കാര നീങ്ങുമ്പോൾ ഒരു സ്പീഡ് ബോട്ട് ദൃശ്യമായി. ഏതോ ഒരു സാഹസികനായ സഞ്ചാരിയെയും കൊണ്ട് ആ സ്പീഡ് ബോട്ടുകാരൻ അവിടെ നിന്ന് പറക്കുന്നതാണ് കണ്ടത്. നിമിഷങ്ങൾ കൊണ്ട് സ്പീഡ് ബോട്ട് ദാൽ ലേക്കിൻ്റെ മറുകരയിലെത്തി. അവിടെ എല്ലാം വലം വെച്ച് അടിച്ച് തെറിപ്പിച്ച് അല്പസമയം നമ്മളത് നോക്കിയിരുന്നു പോയി. ആ സ്പീഡ് ബോട്ടുകാരൻ്റെ സാമർഥ്യവും അതിലുള്ളൊരു തെല്ലൊന്നുമല്ല ഞങ്ങളെ ആകർഷിച്ചത്. അങ്ങനെ ദാൽ ലേക്ക് കണ്ട് ആഘോഷിച്ച് തീരുന്നതിന് മുൻപ് ഞങ്ങളെ മറുകര എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ തുരുത്താണ്. ഒരു 1/2 ഏക്കർ വരുന്നൊരു തുരുത്ത്. അതൊരു ഗാർഡനാണത്. ആ ഗാർഡനിൽ ഞങ്ങളുടെ ശിക്കാര കൊണ്ടടുപ്പിച്ചു. എല്ലാവരും ശിക്കാരയിൽ നിന്നിറങ്ങി. അവിടെ ശിക്കാരകളുടെ ബഹളം, സഞ്ചാരികളുടെ മേളം, എല്ലാവരും ആ തുരുത്തിലേക്ക്, ആ ഗാർഡനിലേക്ക്, ആ വിശിഷ്യമായ സ്ഥലത്തേക്ക് പാഞ്ഞുപോയി. വളരെ മനോഹരമായ പുഷ്പങ്ങളും ചെടികളും കമാനങ്ങളും നിറഞ്ഞ മനോഹരമായ ഗാർഡൻ. ചുറ്റും ദാൽ ലേക്ക്, നോക്കത്താ ദൂരത്തോളമുള്ള ദാൽ ലേക്ക് കണ്ട് കണ്ണിമ വെട്ടാതെ ഞങ്ങൾ നോക്കി നിന്നു. ഓരോ ഭാഗവും ഒന്നൊന്നിനേക്കാൾ മെച്ചം. ഭൂമിയിലെ സ്വർഗം തന്നെ ഇവിടം. വന്നെത്താൻ കഴിഞ്ഞതും ഇതൊക്കെ കാണാൻ കഴിഞ്ഞതും ദൈവാനുഗ്രഹമെന്ന് മനസ്സിലോർത്തു. പതിയെ നടന്ന് വീഡിയോയും ഫോട്ടോകളും ഒക്കെ എടുത്തു. അവിടെ ടോയ്ലറ്റ് സൗകര്യവും ഉണ്ട്. അവിടെ നിന്ന് ദാൽ തടാകത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സ്പീഡ് ബോട്ടുകാരൻ തല തല്ലി ഓടുന്നു. തിരിഞ്ഞും മറിഞ്ഞും അടിച്ചും തെറിപ്പിച്ചും ഓടുന്നു. അത് ശ്രദ്ധിച്ചപ്പോൾ അതൊരു സ്പീഡ് ബോട്ടുകാരനാണ്. അദ്ദേഹം മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. സ്പീഡ് ബോട്ട് സഞ്ചാരികളെ മാടി വിളിക്കുകയാണ്.
സാഹസിക യാത്രയ്ക്കായിട്ട്. പക്ഷെ നല്ല കൗതുകകരമായ കാഴ്ചയായിരുന്നു. അല്പസമയം അത് നോക്കി നിന്നു, വീഡിയോ എടുത്തു. പിന്നെ ചുറ്റും ഗാർഡൻ്റെ ചുറ്റും നടന്നു. ഗാർഡൻ ആസ്വദിക്കുമ്പോൾ കുറേ പേര് ഫോട്ടോ എടുക്കുന്നത് ശ്രദ്ധിച്ചു, പ്രത്യേക വേഷം. അങ്ങനെ ആ കൗതുകം, ആ വിശേഷങ്ങൾ അറിയാനായി ഞങ്ങളും അവിടെ എത്തി. അപ്പോൾ അത് കാശ്മീരി ബ്രൈഡൽ ഡെക്കറേഷനാണ്. 200 രൂപയ്ക്ക് ഒരാളെ ഡെക്കറേറ്റ് ചെയ്ത് വിടും. അങ്ങനെ ഞങ്ങളും ആ ഡെക്കറേഷൻകാരൻ്റെ അടുത്തെത്തി ഓരോ ഡെക്കറേഷൻ സ്വീകരിച്ച് വീഡിയോ എടുക്കാനായി പോയി. തലയിൽ നിന്നൊരു ഒരു വള്ളിയിൽ തൂക്കിയ 2 കമ്മൽ, നെറ്റിപ്പട്ട, കഴുത്തിനൊരു മാല, പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഗൗൺ നമുക്ക് തിരഞ്ഞെടുത്തിടാം. ഇത് കഴിയുമ്പോൾ തലയിൽ ആണിൻ്റേതായ രീതിക്കും പെണ്ണിൻ്റേതായ രീതിക്കുമുള്ള ഡെക്കറേഷൻ, അതിൻ്റെ മേളിൽ ഓരോ തൊപ്പിയോ തലപ്പാവോ പട്ടോ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വിട്ടുതരും. പെർ ഹെഡ് 200 രൂപ. അങ്ങനെ അതിൽ സായുജ്യമടഞ്ഞ് ഞങ്ങൾ പോയി വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോ എടുത്തു. ഇഷ്ടാനുസരണം. സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് യാത്ര ചുരുക്കി തിരിച്ച് ശിക്കാരയിൽ കയറി. വീണ്ടും ശിക്കാര ഞങ്ങളെയും കൊണ്ട് മറുകരയിലേക്ക്, പള്ളിയോടം, ഞങ്ങളുടെ സ്വന്തം പള്ളിയോടം മറുകരയിലേക്ക് തിരിച്ചു. നല്ല സുഖശീതളമായ കാലാവസ്ഥയിൽ, നല്ല അന്തരീക്ഷം, മനോഹരമായ ദാൽ തടാകത്തിലെ മനോഹരമായ പ്രഭാതം. മനസ്സ് നിറയെ, കണ്ണ് നിറയെ ആഘോഷിച്ച് ആഹ്ലാദിച്ച് ഞങ്ങൾ മറുകരയിലെത്തി. ശിക്കാരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിൽ എവിടെയോ ഒരു നൊമ്പരം, ഇനിയും പോകണം എന്നുള്ള ഒരു വെമ്പൽ. പക്ഷേ സമയം തീരെ കുറവായിരുന്നതുകൊണ്ട് അത്രയിലൊതുക്കി ഞങ്ങൾ യാത്ര മതിയാക്കി.
ഇപ്പൊ അവിടെയൊക്കെ തിരിച്ച് വരുന്നുണ്ട്, പക്ഷെ എല്ലായിടവും സർവൈവ് ചെയ്യില്ല. ചെടികളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും രണ്ടുപേരും കൂടെ വാ.
Salva. খাবারও ভালো লাগছে।